ഹായ് ഓൾ, ക്യുവിറ്റ് അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. RRB NTPC ആസ്പിരൻസിന് വേണ്ടി നമ്മൾ ഇന്ന് ക്യുവിറ്റ് എക്സ്പ്രസ് ബാച്ച് ആരംഭിക്കുകയാണ്. എൻ്റെ പേര് അജോ, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് മാത്സ് ആണ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ശരിക്കും നമ്മൾ ഓരോ ടോപ്പിക്കായിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് വിചാരിച്ചത്. ഈവൻ അതിൻ്റെ ഒരു PPT വരെ സെറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പം കഴിഞ്ഞ ലാസ്റ്റ് വർഷം നടന്നിരുന്ന 2019 നോട്ടിഫിക്കേഷൻ വന്ന NTPC എക്സാം നടന്നത് 21-22 ആയിട്ടാണ് അല്ലേ, കോവിഡൊക്കെ കാരണം മാറ്റിവെച്ചതാണ്. അപ്പം അതിൻ്റെ 133 ഷിഫ്റ്റിൽ നിന്ന് ഓരോ ടോപ്പിക്കിലും QAയിലെ ഓരോ ടോപ്പിക്കിലും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഒരു കളക്റ്റീവ് സെറ്റ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ബേസ് ചെയ്തുകൊണ്ട് ആക്ച്വലി ഇന്ന് ഞാനൊരു അരിത്മെറ്റിക് ടോപ്പിക് പെർസെൻറ്റേജിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് തന്നെയാണ് വിചാരിച്ചിരുന്നത്. പിന്നെ എനിക്ക് തോന്നി നമ്മൾ ഈ എല്ലാവർക്കും ഇപ്പം ക്യുവിറ്റിലെ ഓഫ്ലൈൻ ബാച്ചിൽ ഞാനിങ്ങനെ QAൻ്റെ ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എല്ലാവരും ഈ കോൺസെപ്റ്റ് ഒക്കെ പറയുമ്പം കൃത്യമായിട്ട് മനസ്സിലാക്കാറുണ്ട്. കാര്യങ്ങളൊക്കെ പറയുമ്പം അപ്പോൾ അവർ ക്യാച്ച് ചെയ്യും, പ്രോബ്ലം ഒക്കെ ചെയ്യും. പക്ഷേ ഞാൻ കണ്ടിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പ്രോബ്ലം ചെയ്യാനായിട്ട് ഒരുപാട് സമയം എടുക്കുന്നു. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവർ കോൺസെപ്റ്റ് ക്ലിയർ ആക്കുക, അത് ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രോബ്ലംസ് പ്രാക്ടീസ് ചെയ്തു പോവുക, അതാണ് കൂടുതൽ ആൾക്കാരുടെയും ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്. സത്യത്തിൽ നമുക്കറിയാം, ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിലും ടൈം ഫാക്ടർ എന്ന് പറയുന്നത് SSC ആയിക്കോട്ടെ, RRB, ബാങ്ക്, എല്ലാ എക്സാമിലും ഏറ്റവും വലിയൊരു പ്രശ്നമാണ് അല്ലേ, ഒരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ടൈം ഫാക്ടർ. അപ്പം എസ്പെഷ്യലി നമ്മളുടെ ടൈം ഏറ്റവും കൂടുതൽ കൺസ്യൂമബിൾ ആയി പോവുക മേ ബി QAയിൽ തന്നെയായിരിക്കും. അപ്പം ഞാൻ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഞാൻ എപ്പോഴും സ്റ്റുഡൻസിനോട് പറയാറുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കോൺസെപ്റ്റ് പഠിക്കാൻ നമ്മൾ എന്താണോ ടൈം കൊടുക്കുന്നത് അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു QAയിലെ കാൽക്കുലേഷൻ സ്പീഡ് കൂട്ടുക എന്നുള്ളത്. കാരണം നമുക്ക് കിട്ടുന്ന ഒരു ചുരുങ്ങിയ സമയം കൊണ്ട് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യാനായിരിക്കും അല്ലെ എല്ലാ ആസ്പിരൻസും ശ്രമിക്കുക. അപ്പോൾ നമുക്ക് നല്ലൊരു അറ്റംപ്റ്റ് നേടിയെടുക്കണമെങ്കിൽ തീർച്ചയായും നമുക്ക് എന്ത് വേണം, നല്ലൊരു സ്പീഡ് ഉണ്ടായിരിക്കണം, കാൽക്കുലേറ്റീവ് സ്പീഡ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ചുരുങ്ങിയ ടൈം കൊണ്ട് നല്ല നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ആദ്യം നമ്മളുടെ ഈ ഒരു എക്സ്പ്രസ് ബാച്ച്, ആ പേര് എന്തായിരുന്നു, നമുക്ക് എക്സ്പ്രസ് ആയിട്ട് പോകാന്നുള്ളതാണ്. അപ്പം QAയിലൊക്കെ നമുക്ക് ഇങ്ങനെ അടിച്ച് പറപ്പിച്ച് പോകണമെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് വേണം, നല്ല സ്പീഡ് വേണം. അപ്പം നിങ്ങളുടെ സ്പീഡ് കൂട്ടാൻ വേണ്ടിയാണ് ആക്ച്വലി ഇന്ന് ഒരു ചെറിയൊരു സെഷനാണ്, നമ്മുടെ സ്റ്റാർട്ടിംഗ് സെഷൻ ആയതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു സെഷൻ തന്നെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ മെയിനായിട്ടും ആദ്യമായിട്ട് QAയിലേക്ക് ഇരിക്കുമ്പം ചില ആൾക്കാർക്ക് QA താല്പര്യം ഇല്ലാത്തവരായിരിക്കും, പേടിക്കേണ്ട ആവശ്യമില്ല, എസ്പെഷ്യലി NTPC എക്സാമിന്. കാരണം വലിയൊരു ഹയർ ലെവൽ കാര്യങ്ങളൊന്നും അല്ല NTPC എക്സാമിന് ചോദിക്കുക. അപ്പം നമ്മൾ വരും ദിവസങ്ങളിലെ ക്ലാസ്സുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, വളരെ ചെറിയ കാര്യങ്ങൾ മാത്രമാണ് ഓരോ ടോപ്പിക്കിൽ നിന്നും ചോദിക്കുക. നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എല്ലാവർക്കും ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ മക്കളെ, എല്ലാവരും സെറ്റാണല്ലോ അല്ലേ? ഓക്കെ, അപ്പം പറയാനുള്ള കാര്യം ഇത്രേ ഉള്ളൂ. നമ്മൾ ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കണം, നിർബന്ധമാണ്. കാരണം നമ്മൾ എനിക്കൊന്ന് ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മളൊരു 10ാം ക്ലാസ് വരെയുള്ള ക്ലാസ്സുകളിൽ 10 വരെ ഉള്ള നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമ്മളെയൊക്കെ ടീച്ചർമാരൊക്കെ തല്ലി പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈവൻ അതുവരെയുള്ള നമ്പറിന്റെ കാൽക്കുലേഷൻസ് നമ്മൾ കംഫർട്ടബിൾ ആണ് അല്ലേ. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ 5ഉം 3ഉം എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എത്രയാടാ 5ഉം 3ഉം ചോദിച്ചാൽ എന്ത് പറയും, 8 എന്ന് പറയും. 4ഉം 3ഉം എത്രയാന്ന് ചോദിച്ചാൽ 7 പറയും. 27ഉം 56ഉം എത്രയാന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് ആലോചിക്കും അല്ലേ. അതേപോലെ 5 × 4 20 എന്ന് പറയും, 6 × 3 18 എന്ന് പറയും. പക്ഷെ 18 × 27 എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമ്മൾ അന്തം വിടും അല്ലേ. സോ ബേസിക്കലി ഇതാണ് പ്രശ്നം. നമ്മുടെ കാൽക്കുലേഷൻ സ്പീഡിൽ നമ്മൾ അല്ലെങ്കിൽ പുറകിലോട്ട് പോകാനുള്ളൊരു കാരണം, ലാഗ് വരാനുള്ളൊരു കാരണം ഈ പറഞ്ഞ നമ്പേഴ്സുമായിട്ട് നമ്മൾ എന്തല്ല, അത്രത്തോളം ഫെമിലിയർ അല്ല. സോ നമ്മൾ അങ്ങോട്ട് ചെല്ലുക, അവരെ കയറി അറ്റാക്ക് ചെയ്യുക, പരിചയപ്പെടുക. അതാണ് നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. QA നമ്മൾ ടോപ്പിക്കിലേക്കൊക്കെ കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം അതാണ്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കണം കേട്ടോ. 10 വരെയുള്ള ടേബിളൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം തെറ്റിക്കല്ലേ. അതിന് ശേഷം 11 തൊട്ടുള്ള നമ്പറിന്റെ 11ന്റെ മൾട്ടിപ്ലിക്കേഷൻ സത്യത്തിൽ പഠിക്കേണ്ട ആവശ്യമില്ല. 11 നിങ്ങളുടെ പണി ഞാൻ എളുപ്പമാക്കുകയാണ്. 11 × 2 22, 11 × 3 33, 5 55, നമ്പർ അങ്ങ് എഴുതി പോയാൽ മതി അല്ലേ. അപ്പം നിങ്ങൾ പഠിക്കേണ്ട ഒരു മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് 12 തൊട്ടാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക. 12 × 1 പഠിക്കണോ അല്ലെ, ഒരു നമ്പറിന്റെയും × 1 പഠിക്കേണ്ട, ആ നമ്പർ തന്നെ ആയിരിക്കും ആൻസർ. അതുകൊണ്ട് × 1 പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പം നോക്കൂ, 12 × 2 പഠിക്കുന്നു. 12 × 2 എന്ന് പറഞ്ഞാൽ എത്ര വരുന്നത്, 24 അല്ലേ.
12 ഇൻറ്റു 3 നിങ്ങൾക്കറിയും. 12 ഇൻറ്റു 3 എന്ന് പറയുമ്പോൾ എത്ര കിട്ടും? 36. 12 ഇൻറ്റു 4 എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? 48. ഇങ്ങനെ നിങ്ങൾ പഠിച്ച് 12 ഇൻറ്റു എന്ത് വരെ പഠിക്കുക? 9 വരെ പഠിക്കുക. 12 ഇൻറ്റു 9 ചെയ്താൽ 12 ഇൻറ്റു 9 ചെയ്താൽ എന്ത് കിട്ടും? 108 കിട്ടും. ഇൻറ്റു 10 പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഒരു 0 ഇട്ട് കൊടുത്താൽ മതി അല്ലേ? അപ്പം ഇൻറ്റു 9 വരെയുള്ള മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾ പഠിച്ചു. അപ്പം 12 കാണിച്ചു തന്നേ ഉള്ളൂ. അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോ ദിവസങ്ങളിലും ഓരോ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലും വെച്ച് പഠിക്കണം. അപ്പം 12, 13, 14 അങ്ങനെ നമ്മൾ ഓരോ ദിവസവും പഠിച്ച് ഒരാഴ്ച കൊണ്ടേലും നിങ്ങൾ എന്ത് ചെയ്യണം? അപ് ടു ഒരു 20 വരെയുള്ള നമ്പറിൻ്റെയിലും മൾട്ടിപ്ലിക്കേഷൻ നിങ്ങൾ പഠിച്ചു വെക്കുക. അതായത് 20 ഇൻറ്റു 2 തൊട്ട് 20 ഇൻറ്റു 2, 3 ഇതിനിടയ്ക്കൊക്കെ നമ്പർ ഉണ്ട്. 20 ഇൻറ്റു എന്ത് വരെ? ഒരു 9 വരെയുള്ള നമ്പറിൻ്റെ മൾട്ടിപ്ലിക്കേഷനിലും മിനിമം നിങ്ങൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. അങ്ങനെ ആകുമ്പം അപ് ടു ഒരു 30 വരെയൊക്കെ പഠിക്കാൻ പറ്റുന്നവരാണെങ്കിൽ ഏറ്റവും നല്ല കാര്യമാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ജോലി ചെയ്യുന്നവരൊക്കെ ആകുമ്പം ചിലപ്പോൾ മേ ബി കിട്ടുന്ന കുറച്ച് ടൈമായിരിക്കും. അപ്പം അല്ല, നല്ല ഫുൾ ടൈം ആയിട്ട് തന്നെ ഇതിൽ എൻഗേജ്ഡ് ആകാൻ പറ്റുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു 30 വരെ പഠിച്ചേക്കുക. അതൊക്കെ അസറ്റാണ്. ഓക്കെ, അപ്പോൾ ഇത് പഠിച്ചു കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര എളുപ്പമാണ് നമ്മളെ കാൽക്കുലേഷൻ. ഇപ്പം നിങ്ങൾ നോക്കൂ, ഇപ്പം നമ്മളടുത്ത് ഇപ്പം പറയുകയാണ് 12 ഇൻറ്റു 42. 12 ഇൻറ്റു 42 ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? പണ്ടത്തെ മോഡലിൽ 2 ഇൻറ്റു 2, 4 ഇങ്ങനെ ചെയ്തു എല്ലാം കൂടി കൂട്ടി വെക്കുകയാണ്. അതിന് പകരം ടേബിൾ അറിയുന്ന ഒരാൾക്ക് നോക്കൂ, 12 ഇൻറ്റു 42 എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ അതിനെ എങ്ങനെ കൺസിഡർ ചെയ്യണം? ഈ 42വിനെ നമ്മൾ എങ്ങനെ കൺസിഡർ ചെയ്യണം? ഇവൻ എന്താണ് 40 + 2 ആണല്ലോ എന്ന് ചിന്തിച്ചാൽ മതി അല്ലേ? അപ്പം 12 ഇൻറ്റു 4 നമ്മൾ പഠിച്ചു കഴിഞ്ഞു, 48 ആണ്. അപ്പം പിന്നെ 12 ഇൻറ്റു 40 എന്തായിരിക്കും വരിക? 12 ഇൻറ്റു 4 48 ആണെങ്കിൽ 12 ഇൻറ്റു 40 ചെയ്യുമ്പോൾ അല്ലേ, 12 ഇൻറ്റു 40 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക എന്തായിരിക്കും? 480 ആയിരിക്കും. 12 ഇൻറ്റു 2 എന്താണ്? അതും പഠിച്ചു കഴിഞ്ഞതാണ്, 24 ആണ്. സോ അപ്പോൾ നമ്മുടെ ആൻസർ എന്ത് കിട്ടും? 480 പ്ലസ് എന്ത് വരും? 24 വരും. സോ 480 പ്ലസ് 24. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? അഡീഷൻ ഫാസ്റ്റ് ആയിരിക്കണം. അതിനുള്ള പണി വേറെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ 480 പ്ലസ് 24, 480 പ്ലസ് 24 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എന്ത് കിട്ടും? 504 കിട്ടും അല്ലേ? പെട്ടെന്ന് ഇതൊക്കെ നമുക്ക് എല്ലാം പെട്ടെന്ന് കമ്പൈൽ ചെയ്യണം. എല്ലാം പെട്ടെന്ന് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? പെട്ടെന്ന് ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റും. അത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതി. ഓക്കെ, ഇപ്പം ഞാൻ 12ന്റെ ടേബിൾ ആണ് പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ 12ന്റെ നമ്പേഴ്സ് തന്നെ കാണിക്കുന്നത്. ഇപ്പം 12 ഇൻറ്റു 76 ക്ലിയർ. 12 ഇൻറ്റു 76 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ 76നെ ഒന്നുമില്ല 70 + 6 എന്ന് എടുക്കാം, അല്ലെങ്കിൽ 80 - 4 എന്ന് എടുക്കാം. നിങ്ങൾക്ക് ഏതാണോ താല്പര്യം അതുപോലെ എടുക്കാം. അപ്പോൾ 76 എന്ന് പറഞ്ഞാൽ എന്താ ആക്ച്വലി സംഭവം? 70 + 6 ആണ്. അപ്പം 12 ഇൻറ്റു 7 84 ആണ് അല്ലേ? പഠിക്കും നമ്മൾ. അപ്പം 12 ഇൻറ്റു 70 ചെയ്താൽ എന്ത് കിട്ടും? 840 കിട്ടും. അതേപോലെ 12 ഇൻറ്റു 6 എന്ത് കിട്ടും? 72 കിട്ടും. സോ നമ്മൾ ചെയ്യേണ്ട കാര്യം 840 പ്ലസ് എന്ത് ആഡ് ചെയ്താൽ മതി? 72 ആഡ് ചെയ്താൽ മതി. എത്രയാടാ? 840 + 72 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? 912 കിട്ടും. ക്ലിയർ. അപ്പം ഇങ്ങനെ ടേബിൾ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ കുറേ 2 ഡിജിറ്റ് നമ്പേഴ്സ് ആണ്. അല്ലാണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് RRB എക്സാമിനകത്തൊക്കെ വലിയ നമ്പറിന്റെ കാൽക്കുലേഷൻ ഒന്നും അധികം ഉണ്ടാവില്ല. അപ്പോൾ ഈ ചെറിയ 2 ഡിജിറ്റ് നമ്പേഴ്സിന്റെ കാൽക്കുലേഷൻ അല്ലെങ്കിൽ മാക്സിമം ഒരു 3 ഡിജിറ്റ് നമ്പേഴ്സിന്റെ കാൽക്കുലേഷൻസ് ആയിരിക്കും കൂടുതലും വരിക. അപ്പം നിങ്ങൾ ഇതൊന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്ന സാധനം നിങ്ങൾ എന്ത് ചെയ്യൂല? ബുദ്ധിമുട്ടിക്കൂല. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ കാണാൻ പറ്റും. ഒരുപാട് ടൈം നമുക്ക് കിട്ടും. ആ ടൈമൊക്കെ നമുക്ക് ബാക്കിയുള്ള ടോപ്പിക്കുകളിലും എന്ത് ചെയ്യാൻ പറ്റും? ഒരു ബാലൻസിങ് അവിടെ നടക്കും. അല്ല, QAക്ക് നമ്മൾ ഒരുപാട് ടൈം പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെപ്രാളമായി ബാക്കിയുള്ള സബ്ജക്റ്റിലൊന്നും ക്വസ്റ്റ്യൻസ് ഒന്നും ഫോക്കസ് ചെയ്യാൻ പറ്റലുണ്ടാവില്ല. അപ്പം അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ അവിടെ വരും. സോ ഇതൊക്കെ നമുക്ക് ബാലൻസ് ചെയ്യാനായിട്ട് നമുക്ക് ഇപ്പോൾ എന്ത് ചെയ്താൽ മതി? ഈ പറഞ്ഞ ടേബിൾ എന്ത് ചെയ്യാം? പഠിച്ചു തുടങ്ങുക. അപ്പം അത് എല്ലാവരും പഠിക്കുമല്ലോ. അതെന്തായാലും പഠിക്കണം. നമ്മൾ അടുത്ത ദിവസങ്ങളിൽ നമ്മൾ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്യാണ്. Q&A ക്ലാസ്സുകൾ ഉണ്ടാവും, അതേപോലെ റീസണിങ് ഉണ്ടാവും, GK ക്ലാസ്സുകൾ ഉണ്ടാവും. ഓൾറെഡി GK നിങ്ങൾക്ക് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ലൂസെന്റിന്റെ ലൂസെന്റ് സീരീസ് ഉണ്ട് നമ്മുടെ പ്ലേലിസ്റ്റിൽ. അത് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? GK സ്റ്റാർട്ട് ചെയ്തോളൂ ഇപ്പം. കാരണം വലിയൊരു ടോപ്പിക്കാണ്, വലിയൊരു ഏരിയ ആണ് GK എന്ന് പറയുമ്പോൾ. അപ്പം നമ്മൾ അടുത്ത ദിവസം നമ്മൾ പെർസെൻറ്റേജിന്റെ ക്ലാസ്സുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പിന്നെയും വരും. അപ്പം ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? 12ന്റെയും 13ന്റെയും മൾട്ടിപ്ലിക്കേഷനിൽ നിങ്ങൾ എന്ത് ചെയ്യണം? പഠിച്ചിരിക്കണം കേട്ടോ. 12, 13ലും 2 നമ്പറിന്റെയും മൾട്ടിപ്ലിക്കേഷൻ എന്തായാലും നിങ്ങൾ എന്ത് ചെയ്യണം? കാണാണ്ട് പഠിച്ചിരിക്കണം. കാണാണ്ട് പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പച്ചവെള്ളം പോലെ പഠിക്കണം.
നമ്മൾ 3-ന്റെയും 4-ന്റെയും 5-ന്റെയും ഒക്കെ ടേബിൾ പറയുന്നത് പോലെ പെട്ടെന്ന് പറയണം. അല്ലാണ്ട് 12 into 6 എത്ര എന്ന് ചോദിക്കുമ്പോൾ കുറേ നേരം ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചിട്ട് 72 എന്നൊക്കെ പറയുമ്പം നമുക്കത് എഫക്റ്റീവ് ആകില്ല, അല്ലെങ്കിൽ നമുക്കത് അപ്ലൈ ചെയ്യാൻ പറ്റൂല. അതിന് പകരം 12-ന്റെ ടേബിൾ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 12, 24, 36, 48, 60, 72, 84, 96, 108, 120 എന്ന് പറഞ്ഞത് ഒരു ഫ്ലോയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റണം, പറയാൻ പറ്റണം കേട്ടോ. അങ്ങനത്തെ രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, അടുത്ത ക്ലാസ് എത്തുമ്പോൾ 12, 13 പഠിക്കണം, പഠിക്കുന്നു, വിശ്വസിക്കുന്നു, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു ജാനുവരി, ഫെബ്രുവരി ഒക്കെ ആവും NTPCന്റെ എക്സാം വരാൻ, ടയർ 1 വരാൻ തന്നെ. അപ്പോഴേക്കും ആ ഒരു ടൈം കൊണ്ട് നമുക്ക് എന്താക്കാൻ പറ്റും, സെറ്റ് ആക്കാൻ പറ്റും. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യണം. ഇതായിക്കോട്ടെ, ഇനി വരാൻ പോകുന്ന ക്ലാസ്സുകളിൽ പറയുന്ന കാര്യങ്ങളായിക്കോട്ടെ, അതൊക്കെ ഫോളോ ചെയ്യുക. 4 മാസം കൊണ്ട് നിങ്ങൾ QA പേടിയുള്ളവരാണെങ്കിൽ ഒട്ടും പേടിക്കേണ്ട, നമ്മൾ കൂടെ ഉണ്ട്. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും, കോൺസെപ്റ്റ് ആയിക്കോട്ടെ, ഈ കാൽക്കുലേഷൻ രീതിയിലുള്ള അപ്രോച്ച് ആയിക്കോട്ടെ, അതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് സെറ്റാക്കി തരും കേട്ടോ. ഓക്കെ, അടുത്തത് ഞാനിപ്പം ജസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞു കേട്ടോ. ഈ മൾട്ടിപ്ലിക്കേഷൻ പഠിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം, നിങ്ങൾ ഡിവിഷനും കൂടി പഠിക്കാൻ ശ്രമിക്കണം. ഇപ്പം 12 into 4 48 പഠിക്കുന്ന കൂട്ടത്തിൽ 48/12 എത്രയെന്ന് ചോദിച്ചാൽ 4 എന്ന് പഠിക്കണം. അല്ലെങ്കിൽ 48/4 എത്രയെന്ന് ചോദിച്ചാൽ 12 എന്ന് പഠിക്കണം. അപ്പം നമ്മൾ ഡിവിഷനും കൂടി പഠിക്കണം കേട്ടോ. മൾട്ടിപ്ലിക്കേഷൻ പഠിക്കുന്ന കൂട്ടത്തിൽ എന്ത് പഠിക്കണം, ഞാൻ പറഞ്ഞത് ഡിവിഷനും കൂടി പഠിക്കണം എന്നാണ്. ഇപ്പം 12 into 4 48 എന്ന് നമ്മൾ പഠിച്ചു. ആ കൂട്ടത്തിൽ 48/12 ഈക്വൽ ടു എന്തെന്നും കൂടി പഠിക്കുക, 4 എന്നും കൂടി പഠിക്കുക. ഇനിയും 12 into 7 എത്രയാണ് വരുന്നത്, 84 ആണ്. ആ കൂട്ടത്തിൽ എന്ത് പഠിക്കണം, 84/12 ഈക്വൽ ടു 7 കാണാണ്ട് പഠിച്ചേക്കുക. കുറച്ച് നമ്പർ അങ്ങോട്ട് കാണാണ്ട് പഠിച്ചേക്കുക. 84/12 ഈക്വൽ ടു എന്തെന്നും കൂടി പഠിക്കുക, 7 എന്നും കൂടി പഠിക്കുക. അതിന് കാരണം എന്താണെന്നറിയോ, ഞാൻ കൂടുതൽ ആൾക്കാരിലും കണ്ടിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈവൻ ക്യൂബിറ്റിന്റെ യൂട്യൂബ് ചാനലിൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ, ക്യൂബിറ്റ് എന്ന് പറയുന്നത് ഒരു ഓഫ്ലൈൻ കോച്ചിങ് സെന്റർ ആണ്. കറന്റ് കാലിക്കറ്റാണുള്ളത്. അപ്പം ഒരുപാട് സ്റ്റുഡൻസ്, അറൌണ്ട് ഒരു 20,000 സ്റ്റുഡൻസ് ആണ് നമ്മളുടെ ക്യൂബിറ്റ് അക്കാഡമിയിൽ ഇതുവരെ പഠിച്ചത്. അപ്പോൾ അതിൽ തന്നെ എനിക്ക് തോന്നുന്നു 3500 പരം റിസൾട്ടുകൾ നമ്മൾ ഓൾറെഡി നേടിയെടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സക്സസ് റേറ്റ് ഉള്ള ഒരു കോച്ചിങ് സെന്റർ ആണ്. ബാങ്ക്, SSC, റെയിൽവേ, PSC കോച്ചിങ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം ക്ലാസ്സുകളിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഡിവിഷൻ അല്ലെ, സ്വാഭാവികമായിട്ട് നമുക്കറിയും. ഈ നമ്മളെ ക്ലാസ്സിൽ വന്ന കുട്ടികളല്ല, ഇപ്പം ഈ നിങ്ങൾക്ക് കാണണമെങ്കിൽ തന്നെ എല്ലാവർക്കും മൾട്ടിപ്ലിക്കേഷനേക്കാളും ബുദ്ധിമുട്ടാണ് എന്ത്, ഡിവിഷൻ. കാരണം നമ്മൾ മൾട്ടിപ്ലിക്കേഷനൊക്കെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുന്നതാണ്, കുറച്ചും കൂടി ഫെമിലിയർ ആണ്. അതായത് ഡിവിഷനേക്കാളും കുറച്ചും കൂടി നമുക്ക് ഫെമിലിയർ ആണ് എന്ത്, മൾട്ടിപ്ലിക്കേഷൻ. അല്ലാണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല, അല്ലാണ്ട് ഡിവിഷന് പ്രത്യേകിച്ച് കൊമ്പൊന്നും ഇല്ല കേട്ടോ. അതേപോലെ തന്നെ അഡീഷൻ, സബ്സ്ട്രാക്ഷൻ നോക്കുമ്പം അഡീഷൻ കുറച്ചും കൂടി പിള്ളേർ ഫാസ്റ്റ് ആയിട്ട് ചെയ്യും. സബ്സ്ട്രാക്ഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെയ്യാറില്ല. നമ്മൾ കൂടുതലും കൂട്ടുകയാണ് ശീലിച്ചിട്ടുള്ളത് അല്ലെ, കുറയ്ക്കൽ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഫെമിലിയാരിറ്റി കുറവ് കൊണ്ടാണ് നമുക്ക് ഡിവിഷനും സബ്സ്ട്രാക്ഷനും കുറച്ചും കൂടി സ്ട്രഗ്ലിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്. പക്ഷെ ഈ ഒരു രീതിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഡിവിഷനും എന്ത് ചെയ്യാൻ പറ്റും, മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുന്ന അതേ വേഗത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ഡിവിഷനും ചെയ്യാൻ പറ്റും. ഇപ്പം 12 into 7 84 എന്ന് പഠിക്കുന്ന കൂട്ടത്തിൽ 84/12 ഈക്വൽ ടു എന്തെന്ന് പഠിക്കുക, 7 എന്ന് പഠിക്കുക. അല്ലെങ്കിൽ 84/7 ഈക്വൽ ടു 12 എന്ന് പഠിക്കുക. അതിന് കാരണം ഞാനിപ്പം പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം നോക്കൂ, 4, 6, 3, 2/12 ഒരു കാൽക്കുലേഷൻ നിങ്ങളുടെ മുന്നിൽ വരികയാണ്. ഓക്കെ, ഇങ്ങനൊരു കാൽക്കുലേഷൻ വരുമ്പം സ്വാഭാവികമായിട്ടും പല ആൾക്കാരും, മെജോറിറ്റി സ്റ്റുഡൻസും കൂടുതൽ ആൾക്കാരും ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കട്ടിങ് ആണ്. മേലെ 2 കൊണ്ട് കട്ട് ചെയ്യും, താഴെ 2 കൊണ്ട് കട്ട് ചെയ്യും, അല്ലെങ്കിൽ 4 ആണെങ്കിൽ 4 കൊണ്ട് കട്ട് ചെയ്യും. അങ്ങനെ കട്ട് ചെയ്ത് നമ്മളുടെ സമയം കുറേ പോകും. അപ്പം 12ന്റെ ടേബിൾ അറിയുന്ന ഒരുത്തനാണെങ്കിൽ ഡയറക്റ്റ് അവന് വേറൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവന് എക്സ്പ്രസ് വേഗത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, കട്ട് ചെയ്ത് പോകാൻ പറ്റും. 46നെ 12 കൊണ്ട് ഡിവിഷൻ ചെയ്യുന്നു എന്ന് വേഗം പറഞ്ഞ്, 46ൽ 12 3 പ്രാവശ്യം, ബാക്കി 10 ആണ്. 103ൽ 12 8 പ്രാവശ്യം, ബാക്കി 72ൽ എന്താണ്, 6 പ്രാവശ്യം. ആൻസർ കിട്ടി. ഇതിപ്പം ക്ലാസ് ആയതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് തിരിയണമല്ലോ എന്ന് വിചാരിച്ചിട്ട് പയ്യെ പറഞ്ഞു എന്നേ ഉള്ളൂ. നിങ്ങൾ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ചടയെന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ കണ്ടെത്താൻ പറ്റും കേട്ടോ. അപ്പം അതും കൂടി നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിവിഷൻ സൈഡും എന്തായി, സെറ്റായി. ഓക്കെ, അത് ചെയ്താൽ മാത്രം പോരാ, കുറച്ച് ടൈമൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം എന്നറിയോ, ഈ കാൽക്കുലേഷൻ്റെ സ്പീഡ് കൂട്ടാൻ എന്നുള്ള രീതിയിൽ തന്നെ ദിവസം ഒരു അരമണിക്കൂറിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സ്പെൻഡ് ചെയ്യണം. ഇത് പഠിച്ചിട്ട് മാത്രം കാര്യമില്ലല്ലോ. അപ്പം ഒരു അരമണിക്കൂർ എല്ലാ ദിവസവും നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു അരമണിക്കൂർ, ഈവൻ അറ്റ്ലീസ്റ്റ് ഒരു സ്റ്റാർട്ടിങ്ങിൽ ഒരു 2 monthsേലും നിങ്ങൾ എന്ത് ചെയ്യണം, കാൽക്കുലേഷൻ സ്പീഡ് കൂട്ടാൻ വേണ്ടി ഞാൻ എല്ലാ ദിവസവും അരമണിക്കൂർ കൊടുക്കുന്ന അങ്ങോട്ട് ഉറപ്പിക്കുക. എന്നിട്ട് ഒരു അരമണിക്കൂർ കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതേപോലെ കുറേ നമ്പർ എടുക്കുക, ചുമ്മാ കുറച്ച് നമ്പർ എടുക്കുക. 38 into 14 ടേബിൾ പഠിച്ചാൽ പണി എളുപ്പമായി. അങ്ങനത്തെ കുറച്ച് നമ്പർ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക, കുറച്ച് ഡിവിഷൻ ചെയ്യുക.
50 എഴുതാമെന്നാണ് പോട്ടെ. ഓക്കെ, 2836/14 അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുറച്ച് രണ്ട് നമ്പേഴ്സ് എഴുതുക, എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, എന്ത് ചെയ്യുക, ഡിവിഷൻ ചെയ്യുക. ആ രീതിയിലൊക്കെ അങ്ങ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മാസം അല്ലെങ്കിൽ ഒരു 2 മാസം നിങ്ങൾ ഒരു അരമണിക്കൂർ വെച്ച് ഇതിനൊരു എഫേർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഒക്കെ എന്താകും, സെറ്റാകും. പിന്നെ നമുക്ക് പറക്കാൻ പറ്റും QAയിൽ കേട്ടോ. ഓക്കെ, ഇനിയും അടുത്തത് പറയാനുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഡീഷൻ സബ്സ്ട്രാക്ഷൻ ആണ്. നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ പറഞ്ഞു, ഡിവിഷൻ പറഞ്ഞു, പിന്നെ നമുക്ക് പറയാനുള്ളത് അഡീഷനും സബ്സ്ട്രാക്ഷനുമാണ്. ഇപ്പം 5ഉം 3ഉം എത്രാന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും അല്ലേ, വീട്ടിലെ കുട്ടികൾ വരെ പറയും 5ഉം 3ഉം എന്താണ്, 8 പറയും, 7ഉം 5ഉം 12 പറയും. പക്ഷെ 2 ഡിജിറ്റ് നമ്പർ ഇപ്പം പെട്ടെന്ന് ഞാൻ ചോദിക്കുകയാണ്, ഇപ്പം ഒരു 54ഉം 36ഉം എത്രയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് കുറച്ച് ഈസി ആയി പോയി. പോട്ടെ ഇപ്പം പറയാം 54ഉം 36ഉം എത്രാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് വരും, 90 വരും. ഓക്കെ, ഇപ്പം 43ഉം 76ഉം എത്രാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് 5ഉം 3ഉം പറയുന്ന ഒരു സ്പീഡിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒന്ന് ഈ 2 ഡിജിറ്റ് നമ്പേഴ്സ് ഒന്ന് സെറ്റ് ആക്കിയാൽ മതി. പല രീതിയിൽ നമുക്ക് സെറ്റ് ആക്കാം. ഇപ്പം ഞാൻ പറയാം, ഒന്ന് 43 76 കാണുമ്പം ഇതിനെ നമുക്ക് രണ്ടായിട്ട് നമ്മൾ ചിന്തിക്കണം. 43നെ നമ്മൾ 40ഉം 3ഉം ആണ്, 76 എന്ന് പറഞ്ഞാൽ 70ഉം 6ഉം ആണെന്ന് ചിന്തിച്ചാൽ മതി. അപ്പം 40ഉം 70ഉം കൂട്ടാൻ എളുപ്പമായിരിക്കും, 4ഉം 7ഉം അറിയുന്നത് കൊണ്ട്. 40ഉം 70ഉം എത്ര വരും, 110 വരും. 6ഉം 3ഉം എന്ത് വരും, 9ഉം വരും. സോ ആൻസർ അവിടെ എന്ത് കിട്ടി, 119 കിട്ടി. ക്ലിയർ അല്ലേ, 119 നമുക്ക് എന്ത് കിട്ടും, ആൻസർ കിട്ടും. ഓക്കെ, അതൊരു രീതിയാണ്. അതിൽ ഈവൻ നമ്മൾ ആ ഒരു ചിന്തിക്കുന്ന ഒരു ചെറിയൊരു ടൈം അവിടെ കൺസ്യൂം ചെയ്യും. അതിന് പകരം എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ 2 ഡിജിറ്റ് നമ്പേഴ്സിന്റെ അഡീഷൻ അങ്ങ് സെറ്റാക്കിയേക്കുക. നിങ്ങളൊരു ലോങ് ജേണിയാണ് ഇതിനകത്ത് ആഗ്രഹിക്കുന്നതെങ്കിൽ, അതായത് ഇപ്പം നിങ്ങളിപ്പം ഒരു RRB NTPC കഴിഞ്ഞു, അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് ഒരു SSC CGL എക്സാമിന് വേണ്ടി ഫോക്കസ് ചെയ്യണം, 2025 ഫോക്കസ് ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ ഒരു ലോങ് ജേണി ഒക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു എഫേർട്ട് എടുക്കാനേ ഞാൻ പറയുള്ളൂ. കാരണം ഇപ്പം നിങ്ങൾ ജസ്റ്റ് 2 ഡിജിറ്റ് നമ്പർ ഇപ്പം 43ഉം 76ഉം 119 നിങ്ങൾ കണ്ടു, നിങ്ങൾ 2 പ്രാവശ്യം നിങ്ങൾ കണ്ടു, അല്ലെങ്കിൽ ഒരു 3 പ്രാവശ്യം കണ്ടു അല്ലെ. 3 പ്രാവശ്യം കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് എല്ലാവർക്കും മൈൻഡിൽ ഓർമ്മയുണ്ടാവും 43ഉം 76ഉം എത്രയാണ്, 119 അല്ലെ. അപ്പം ഇനി നിങ്ങളടുത്ത് ഞാൻ ചോദിക്കുകയാണ്, 543ഉം 676ഉം ഓക്കെ, 676ന്റെയും സം എത്ര എന്നാണ് ചോദിക്കുന്നത്. അപ്പം 543ഉം 676ന്റെയും സം എത്രാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കൂ, ഓൾറെഡി നമ്മൾ 43ഉം 76ഉം 119 നമ്മൾ പഠിച്ചു, അല്ലെങ്കിൽ ഓൾറെഡി കണ്ട് പരിചയപ്പെട്ട ആൾക്കാരാണ്. 43ഉം 76ഉം 119. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പിന്നെ 543ഉം 676ഉം കൂട്ടാൻ പറഞ്ഞു കഴിഞ്ഞാലേ, മറ്റേ നമ്മൾ പണ്ട് പഠിക്കുന്ന രീതിയാണെങ്കിൽ 6ഉം 3ഉം 9, 7ഉം 4ഉം 11, ശിഷ്ടം എഴുതി, കൂട്ടി എഴുതി, പിടിച്ചു, സമയം പോയി അല്ലെ. അതിന് പകരം നോക്കൂ, 43ഉം 76ഉം 119 ആണെന്നുള്ള കാര്യം നമുക്ക് എന്തറിയും, ഓൾറെഡി നമുക്കറിയും അല്ലെ. അപ്പം പിന്നെ നമുക്കുള്ളത് 500ഉം 600ഉം ആണ്. 500ഉം 600ഉം ഓൾറെഡി നമുക്കറിയും. 500ഉം 600ഉം നമുക്ക് എത്രയാണ് കിട്ടുന്നത്, 1100 ആണ്. സോ ഇവിടുത്തെ 119 ഒരു 100 ഇങ്ങോട്ട് പാസ് ചെയ്തു. അപ്പൊ ആൻസർ കിട്ടുക എത്രയായിരിക്കും, 1219 അല്ലെ. ഒറ്റയടിക്ക് തന്നെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, ആൻസർ എഴുതാൻ പറ്റും. ഒരു എക്സാമ്പിളും കൂടി കാണിക്കുന്നു. ഓക്കെ, അപ്പം നമുക്ക് വേറെ 2 നമ്പർ ഞാൻ എടുക്കുകയാണ്, 24ഉം 55ഉം. ഓക്കെ, 24ഉം 55ഉം കൂട്ടിയാണ്. 24ഉം 55ഉം കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയും എത്ര കിട്ടുന്നത്, കാണാണ്ട് പഠിക്കണം കേട്ടോ. 24ഉം 55ഉം എത്ര കിട്ടുന്നുണ്ട്, 50ഉം 20ഉം. നമ്മൾ നേരത്തെ പറഞ്ഞ മെത്തേഡാണെങ്കിൽ 50ഉം 20ഉം 70 വരും. 5ഉം 4ഉം എന്ത് വരും, 9 വരും. സോ അപ്പം വാല്യൂ കിട്ടുക എത്രയായിരിക്കും, 79 ആയിരിക്കും അല്ലെ. ഇനി നോക്കൂ, 24ഉം 55ഉം കാണാണ്ട് പഠിച്ചേക്കുക. ഇങ്ങനത്തെ എല്ലാ 2 ഡിജിറ്റ് നമ്പേഴ്സിന്റെയും ഒരു കോമ്പിനേഷൻ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്താൽ മതി. അത് ഒരുമിച്ച് എല്ലാം കൂടി നമുക്ക് പറ്റുമല്ലോ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു 10 തൊട്ട് 30 വരെയുള്ള നമ്പേഴ്സ് എടുക്കുക, അതിനിടയിലുള്ള നമ്പേഴ്സ് കൂട്ടി പഠിക്കുക. ഇപ്പോൾ ഒരു 12 + 28
13 പ്ലസ് 24, 14 പ്ലസ് 25, അങ്ങനെ കുറച്ച് നമ്പേഴ്സ് എടുത്തിട്ട് ഇതിനകത്തുള്ള നമ്പേഴ്സ് എന്ത് ചെയ്യുക, ഇങ്ങനെ ചുമ്മാ കുറേ എഴുതി വെച്ചിട്ട് ഇങ്ങനെ കൂട്ടിയിട്ട് നോക്കിയിട്ട്, അതായത് നോക്കിക്കൊണ്ട് പറയണേ നിങ്ങൾ, അല്ലാണ്ട് ഇങ്ങനെ 8+2 എന്ന് പറഞ്ഞിട്ടുള്ള രീതിയിലല്ല. 12 + 28 40, 13 + 24 ആലോചിക്കുക 37, 14 + 25 എത്രയാണ് 39. ആ രീതിയിലേക്ക് നിങ്ങൾ മാറണം. ഓക്കെ, അപ്പം അങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതി. 2 ദിവസം കൊണ്ട് 10 to 30 കഴിയുന്നു. പിന്നെ അടുത്ത ദിവസം വേണമെങ്കിൽ 31 to 40 എടുക്കാം. അപ്പം 31 to 40 ആകുമ്പോൾ നിങ്ങൾ 10 to 40 ഗ്രൂപ്പിനെ നിങ്ങൾ എന്ത് ചെയ്യണം, എടുക്കണം കേട്ടോ. അപ്പം നിങ്ങൾ നോക്കൂ, നമുക്ക് 10 തൊട്ട് 99 വരെയുള്ള 10-നുള്ളിലുള്ള നമ്പേഴ്സൊക്കെ നമുക്ക് ഫെമിലിയർ ആണ് അല്ലേ. 10 തൊട്ട് 99 വരെയുള്ള നമ്പേഴ്സ് എടുത്തിട്ട് അതിൻ്റെ അഡീഷനും സബ്സ്ട്രാക്ഷനും നിങ്ങൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം കേട്ടോ. അപ്പം 24ഉം 55ഉം നമ്മൾ നേരത്തെ പറഞ്ഞതിലേക്ക് വരികയാണ്. 24ഉം 55ഉം കൂട്ടിക്കഴിഞ്ഞാൽ എത്രയായിരുന്നു, 79 നമ്മൾ പറഞ്ഞു. കുറേ പ്രാവശ്യം നമ്മൾ കാണുന്നു, വായിക്കുന്നു, പഠിക്കുന്നു. അപ്പം 24ഉം 55ഉം 79 ആണ്. ഇനി നോക്കൂ, 624ഉം 855ഉം കൂട്ടാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പണി ഇപ്പോൾ എളുപ്പമായി. 24ഉം 55 ഓൾറെഡി 79 എന്നറിയും. 6ഉം 8ഉം പണ്ടേ ഫ്രണ്ട്സ് ആണ്, 14 അപ്പൊ ആൻസർ എന്തായി, 1479, 1400 എന്തായി, 79 അപ്പം ഈ സാധനം കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ഒരു അഡീഷൻ അതേപോലെ തന്നെ ഈ സെയിം ലോജിക്കാണ് ഇവിടെ വരുന്നത്, സബ്സ്ട്രാക്ഷനിലും വരുന്നത്. ഈ 2 കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, ചെയ്തു പോകണം. ഓൾറെഡി നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ പറഞ്ഞായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ എന്ത് വേണം, അഡീഷനും സബ്സ്ട്രാക്ഷനും. അതും കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, ഫോക്കസ് ചെയ്യണം. മെയിനായിട്ട് നമ്മൾ ഈ 4 കാര്യങ്ങളാണ് നമ്മൾ നോക്കേണ്ടത്. സ്ക്വയേഴ്സ് പഠിക്കണം. സ്ക്വയേഴ്സ് ഒക്കെ നിങ്ങളൊരു അപ് ടു ഒരു 25 വരെയുള്ള നമ്പേഴ്സിൻ്റെ എന്തറിഞ്ഞിരിക്കുക, സ്ക്വയർ അറിഞ്ഞിരിക്കുക. ഒരു 15 വരെയുള്ള നമ്പറിൻ്റെ എന്തറിഞ്ഞിരിക്കുക, ക്യൂബ്സ് അറിഞ്ഞിരിക്കുക. കാരണം ഈ സ്ക്വയറും ക്യൂബും നമുക്ക് ഡയറക്റ്റ് ചോദിക്കാം. ഇനി അതല്ല, ഈ കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് പോലെയുള്ള ടോപ്പിക്കുകളിലൊക്കെ, ചില അരിത്മെറ്റിക് ടോപ്പിക്കുകളിലൊക്കെ ഈ സ്ക്വയറിൻ്റെയും ക്യൂബിൻ്റെയും എന്ത് വരുന്നുണ്ട്, ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ 4 ഓപ്പറേഷൻ മെയിനായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഈ 4 ഓപ്പറേഷൻസ് ആണ്. മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, അഡീഷൻ, സബ്സ്ട്രാക്ഷൻ. പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, അടുത്ത ഒരു 2 മാസത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, ഡെയിലി ഒരു അരമണിക്കൂർ കൊടുത്തുകൊണ്ട് ഈ ഓപ്പറേഷൻസ് ചെയ്യാൻ വേണ്ടി മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം, സമയം സ്പെൻഡ് ചെയ്യണം. അങ്ങനെ ആവുമ്പം നമുക്ക് വേറൊന്നുമല്ല, നമ്മൾ 10 എണ്ണം ചെയ്യേണ്ട സ്ഥാനത്ത് നമുക്ക് അവിടെ ഒരു 18 എണ്ണം ചെയ്യാൻ പറ്റും. ഇത് ചെയ്യാത്ത ഒരാൾക്ക് 10 ചെയ്യാൻ പറ്റുന്നത് എങ്കിൽ ചെയ്യുന്ന ഒരാൾക്ക് എന്തായാലും ഒരു അപ് ടു ഒരു 18 ക്വസ്റ്റ്യൻസ് സെയിം ടൈമിൽ എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം ഈ കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായും ചെയ്യണം. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 15 വരെയുള്ള സ്ക്വയറും പഠിച്ചിരിക്കുക. എന്തായാലും നമ്മളൊരു യാത്ര പോവുകയാണ് അല്ലേ. അപ്പോൾ ഒരു 15 വരെയുള്ള ഒരു സ്ക്വയർ പഠിക്കുക, 15 വരെയുള്ള ക്യൂബ് പഠിക്കുക, ഒരു 25-30 വരെയുള്ള അല്ലെങ്കിൽ ഒരു 30 വരെയുള്ള നമ്പേഴ്സിൻ്റെ എന്ത് പഠിക്കുക, സ്ക്വയറും പഠിച്ചു വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ ഓൾ സെറ്റ് ആണല്ലോ. നിങ്ങൾ ഈ സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വരിക. നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഡയറക്റ്റ് നമ്മൾ ടോപ്പിക്കിലേക്ക് പോവുകയാണ്. നമുക്ക് ഒരുപാട് ടോപ്പിക്കുകൾ നോക്കാനുണ്ട്. സോ കോൺസെപ്റ്റ് കാര്യങ്ങളെല്ലാം നമ്മൾ ക്യൂബിറ്റിൻ്റെ സൈഡിൽ നിന്ന് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട്, ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യം, കിട്ടുന്ന വീഡിയോസ് എല്ലാം തന്നെ മിസ്സാകാണ്ട് തന്നെ കാണുക, നോട്ട്സുകൾ പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ഡെഫിനറ്റ്ലി നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ശ്രമിക്കാം. തീർച്ചയായും നമ്മളുടെ ബാച്ചിന്റെ പേര് പോലെ തന്നെ വളരെ വേഗത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും ജോലി നേടാൻ സാധിക്കട്ടെ കേട്ടോ. താങ്ക് യു.